ആഭിചാരക്രിയയുടെ മറവിൽ 15 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം. അടൂർ പോലീസാണ് ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ പ്രതി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ അയാൾ സ്ഥിരമായിട്ട് ഇതുപോലെയുള്ള ക്രിയകൾ ചെയ്യുന്ന ആളാണെന്നാണ് വരുന്നത്. അടൂർ പോലീസിന് ഇയാളെപ്പറ്റി നേരത്തെ വിവരം ഉണ്ടായിരുന്നു. പോരും വഴിയിലുള്ള ടി രഞ്ജു എന്ന് പറഞ്ഞ ഒരാളെയാണ് അടൂർ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്കെതിരായിട്ട് പോക്സോ കേസ്, SC/ST ആക്ട് പ്രകാരമുള്ള കേസുകളും പോലീസ് ഇപ്പം ചാർജ് ചെയ്തിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ഉൾപ്പെടെയൊക്കെ ആ കേസിനകത്ത് ഇയാളെ പ്രതിസ്ഥാനത്ത് വരുന്ന വകുപ്പുകളാക്കി ചേർത്ത് വച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ പോരും വഴിയിലുള്ള ഒരു പഞ്ചായത്ത് അംഗം മുഖേനയാണ് അടൂരുള്ളവർ ഇയാളെ ഈ ആഭിചാരക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഇയാളെ വിളിപ്പിച്ചത്. അപ്പോൾ ഇയാൾ അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഇയാൾ അടൂരിൽ വരാം എന്ന് പറഞ്ഞിട്ട് രാത്രി ആയപ്പോഴാണ് ആ വീട്ടിലെത്തുന്നത് ക്രിയ നടത്താൻ വേണ്ടിയിട്ട്. ഏതായാലും 15 വയസ്സുകാരി പെൺകുട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആഭിചാരക്രിയകളൊക്കെ ഇയാൾ ആരംഭിച്ചു. അതിനുശേഷം പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടെ ഇയാൾ പൂജയുടെ ഇടയ്ക്ക് നടത്തി. ആ പെൺകുട്ടി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വീട്ടുകാരെ അഭയം പ്രാപിച്ചു. വീട്ടുകാരെ ഉടൻ തന്നെ അടൂർ പോലീസിനെ അറിയിക്കുകയാണ് ഉണ്ടായത്. അടൂർ പോലീസ് ഏതായാലും കൃത്യസമയത്ത് വന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇയാളെ ഇതിനു മുമ്പ് ആഭിചാരക്രിയയ്ക്ക് നേരത്തെ ഇതുപോലുള്ള കർമ്മങ്ങൾക്ക് പോകുന്ന വ്യക്തിയാണെന്ന് അടൂർ പോലീസിന് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ പരാതി നേരത്തെ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഏതായാലും ഇപ്പോഴും മലയാളികൾ പലരും ഈ ആഭിചാരക്രിയയിലും ഈ ഇതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും മലയാളി മടിക്കാറില്ല. അവർ പലരും ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് കാണാം. വളരെ വിദ്യാഭ്യാസമുള്ളവരുമൊക്കെ ഈ രീതിയിലുള്ള ക്രിയകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ പൊതുവെ കാണുന്നത്. ശാസ്ത്രീയമായ ഒരടിസ്ഥാനവും ഒരടിത്തറയും ഇല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഇതൊക്കെ ചില വ്യക്തികളുടെ അവരുടെ ചില വൃത്തികെട്ട സ്വഭാവം അത് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പലരും പേടിച്ചും ഭയപ്പെട്ടും അതിന് വഴങ്ങാറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എലന്തൂരിലെ സംഭവം നമുക്കറിയാമല്ലോ. പത്തനംതിട്ട എലന്തൂരിലുണ്ടായ ഒരു ആഭിചാരക്രിയയും അവിടെ ഉണ്ടായിരുന്ന കർമ്മങ്ങളും ഒക്കെ 2-3 പേരുടെ ജീവൻ എടുത്തതായിട്ട് നമുക്കറിയാം. അവരൊക്കെ ഇപ്പോഴും ജയിലിലാണ്. എങ്കിലും അതൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരും തന്നെയാണ്. അത് തന്നെ പൊതുജനങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ളവരാണ്. പാരമ്പര്യ വൈദ്യരൊക്കെ ആയിരുന്നു എലന്തൂരിലെ അറസ്റ്റ് ചെയ്ത അയാളുടെ പിതാക്കന്മാരുമൊക്കെ പൂർവികരൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ അവരൊക്കെ പഴയ കാലം മുതലേ ഇതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുകയും അതിനുള്ള മരുന്നുകൾ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും മനുഷ്യനെ കുരുതി കഴിക്കുന്ന ഒരു സംഭവം അവരാരും ചെയ്തിട്ടില്ല ഇതിനു മുമ്പ് എന്നാണ് വാർത്ത വരുന്നത്. പക്ഷെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഇപ്പം അത് കുരുതി കഴിച്ച് കഷ്ണം കഷ്ണമായിട്ട് അത് പല സ്ഥലത്തും നിക്ഷേപിച്ച ശേഷം ആണ് നമുക്ക് ആൾക്കാരെ തിരിച്ചറിയാനും DNA മുഖേന കൊല്ലപ്പെട്ട ആൾ ഇന്ന ആളാണെന്ന് വ്യക്തമായത്. അത് പോലീസ് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ അകത്ത് നടത്തിയത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ കൃത്യമായ കൊല്ലപ്പെട്ട ആൾക്കാരുടെ പേരും അഡ്രസ്സും ഒക്കെ കണ്ടെടുക്കാനൊക്കെ കഴിഞ്ഞത്. പക്ഷേ പല സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള കേരളത്തിൽ പല കുഗ്രാമങ്ങളിലും ഇപ്പോഴും ഇതുപോലെയുള്ള ആഭിചാരക്രിയയുടെ പുറകിൽ പോകുന്ന ധാരാളം വിദ്യാസമ്പന്നരുമുണ്ട്, പല ആൾക്കാരുമുണ്ട്. ഇതിന്ന് ഒരു മോചനം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ടാണ് ആളുകളും ഇതിന് ഉൾപ്പെടുന്നവരൊക്കെ ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലയിലെ പല സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ആഭിചാരക്രിയകൾ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. കാരണം അതൊക്കെ പോലീസിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലരും അതിന് കൃത്യമായ നടപടിയെടുക്കാതെ അതൊക്കെ ഒരു വാണിങ്ങിൻ്റെ പുറത്തൊക്കെ വിടുന്നു ആയിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ആഭിചാരക്രിയ ആര് നടത്തിയാലും ശരി അവർക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യണം. ഒരു കാരണവശാലും അതിന് ഒരു എക്സ്ക്യൂസ് പറയാനോ അവർ ക്ഷമ പറഞ്ഞ് അവരെ വിടാനും തയ്യാറാകരുത്. കാരണം ഇത് പരിച്ഛേദം കേരളത്തിൽ നിർത്തേണ്ട ഒരു സമയമാണ്. അതേസമയത്ത് ഈ ആഭിചാരക്രിയയും മറ്റു രീതിയിലുള്ള ചടങ്ങുകളും കേരളത്തിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോൾ ആ വിവരം ഒന്ന് പുറത്തേക്ക് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. വിദ്യാഭ്യാസമുള്ളവർ പലരും ഇതിലേക്ക് ഈ കർമ്മങ്ങൾ ചെയ്യാനും ചെയ്യിപ്പിക്കാനും വരുന്ന കാഴ്ച വളരെ മോശമാണ്. നമ്മുടെ അന്തസ്സിനും നമ്മുടെ പഠനത്തിനും മലയാളികളെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ളവരും അതുപോലെ തന്നെ സാംസ്കാരിക നിലവാരം ഉന്നത നിലവാരത്തിൽ നിൽക്കുന്നവരുമാണെന്നൊക്കെ പറച്ചിലുണ്ടെങ്കിലും ഇതുപോലെയുള്ള രഹസ്യമായ കർമ്മങ്ങൾ പലതും ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് ഭൂഷണമല്ല.